ഹലോ, വെൽക്കം ടു ലൈഫ് ടൈം ജെംസ്. ഞാൻ ഇന്നൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നത്. അപ്പോൾ ഇത് ഫ്രീസറിൽ നിന്ന് ഇപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ഞാനിതൊന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്, ഈ ഐസൊന്ന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഐസൊക്കെ പോയി ഞാൻ ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യാനില്ല, ഇത് നേരെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങേൻ്റെ നീര്, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ച് ഒഴിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഞാനൊരു 10 വിസിലോളം വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടട്ടോ. ഞാൻ ഇവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
തക്കാളി ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ബീഫിൻ്റെത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അവസാനം കുറച്ച് വെളിച്ചെണ്ണ കൂടെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണേ.